സമയത്ത് നാഗനന്ദിനെ എതിർത്ത് നിൽക്കുവാനുള്ള ശക്തി തന്നല്ലോ അമ്മ. ഇനി അങ്ങോട്ടുള്ള ജീവിതം ഞാൻ അമ്മയിൽ സമർപ്പിക്കുകയാണ്. എന്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും നഷ്ടപ്പെട്ടതോടെ എന്റെ ജീവിതത്തിനൊരർത്ഥമില്ലാതായി പോവുമെന്ന് ഞാൻ ഭയന്നിരുന്നു. എന്നാൽ എന്റെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശി നീ എനിക്കൊരു പുതിയ ജീവിതം തന്നിരിക്കുക. ഞാൻ എത്തേണ്ടടുത്ത് തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് എനിക്ക് ബോധ്യമായി. ഇനി ഒരു കാലത്തും ഞാൻ അമ്മയെ വിട്ട് പിരിയുകയില്ല. ഈ സന്നിധിയിൽ നാഗപൂജ ചെയ്ത് ഇനി അങ്ങോട്ടുള്ള ജീവിതം ഇവിടെ ചെലവഴിക്കും ഞാൻ. ഇനി എന്റെ ജീവിതത്തിൽ മറ്റൊരു അഭയമില്ല. ഒരു ദാസിയായി ഇനി അമ്മയെ സേവിച്ചാൽ മാത്രം മതി എനിക്ക്. എനിക്ക് അമ്മയോട് ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എന്റെ ഭർത്താവും കുഞ്ഞും ഈ ലോകത്ത് എവിടെയാണെങ്കിലും അവർക്കൊരാപത്തും വരുത്താതെ കാത്തോളണേ. പ്രശ്നങ്ങൾക്കൊടുവിൽ കുഞ്ഞായിരുന്ന ഗംഗയും കൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഞെരുവത്തൂർ എന്നൊരു ഗ്രാമത്തിലുള്ള കറുപ്പൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ വന്ന് മയങ്ങി വീഴായിരുന്നു. മയക്കം തെളിഞ്ഞതും ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോ എന്റെ പൂർവ്വകാലമെല്ലാം ഞാൻ മറന്നുപോയി. ഞാൻ ആരാണെന്ന കാര്യം പോലും മറന്നുപോയി. എല്ലാം നഷ്ടപ്പെട്ട ഞാൻ ഇനി എന്ത് ചെയ്യേണ്ടുവെന്നറിയാതെ ആ ക്ഷേത്രത്തിൽ തന്നെ അഭയം പ്രാപിച്ചു. ആ കറുപ്പൻ സ്വാമിയാ എന്നെ അനുഗ്രഹിച്ചത്. കണ്ണഴുകി എന്നുള്ള ഈ പേരും തന്നു. അന്നു മുതൽ സ്വാമിക്ക് വേണ്ടിയാണ് എന്റെ ജീവിതം. ഗംഗയുടെ വളർത്തച്ഛനായ മണികണ്ഠന്റെ കുലദൈവമാണ് ഞെരുവത്തൂരുള്ള എന്റെ കറുപ്പൻ സ്വാമി. മക്കളില്ലാതിരുന്ന മണി ഒരു നാൾ ക്ഷേത്രത്തിൽ വന്നപ്പോ ഞാൻ പോലും അറിയാതെ ഗംഗയെ അവിടുന്ന് കൊണ്ടുപോയി വളർത്തിയതാ. ഗംഗ ആ കൊട്ടാരത്തിലാണ് വളർന്നത്. പുറ്റിനകത്ത് വച്ചിരുന്ന നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കറുപ്പൻ സ്വാമി തന്നെയാ ഗംഗ എന്നിൽ നിന്ന് അകറ്റിയത്. അതാണ് സത്യം. നീയും ഗംഗയും എന്റെ മക്കളാണെന്നറിയാതെ എത്രയോ നാളുകൾ കടന്നുപോയി. ആ സമയത്താണ് കാലചക്രത്തെപ്പറ്റി കൂടുതൽ അറിയാൻ അരുൺ എന്റെ അരികിൽ വന്നത്. അങ്ങനെയാണ് കാലചക്രം എന്റെ കയ്യിലെത്തിയത്. ചാമുണ്ടിയിൽ നിന്ന് ആ കാലചക്രത്തെ ഞാൻ സംരക്ഷിച്ചു പോന്നതുകൊണ്ട് നിന്റെ അമ്മ മനുഷ്യരൂപത്തിൽ തന്നെ വന്ന് എന്നോട് നന്ദി പറയുകയുണ്ടായി. എന്നാൽ ആ സമയത്ത് പോലും അതെന്റെ ഭാര്യയാണെന്ന് എനിക്ക് ഓർമ്മ വന്നില്ല. ഞാൻ എന്റെ സ്വാമിക്കൊപ്പം 26 വർഷമായി ശരണാഗതി ബന്ധത്തിൽ കഴിയുന്നത് കൊണ്ട് മോക്ഷ ആത്മാവാണ് ഞാനിപ്പോൾ. മോളുടെ അമ്മ വന്നിട്ടും എന്തേ എന്നെ തിരിച്ചറിയാതെ പോയത്? പ്രപഞ്ച ശക്തികളുടെ ഉച്ചസ്ഥായിയിൽ കഴിയുന്ന കാലചക്രത്തെ തൊട്ടപ്പോഴാണ് എനിക്ക് പഴയതെല്ലാം തിരിച്ചറിയാനായത്. പാർവതിയോടൊപ്പം ജീവിച്ചത്, ഗംഗയും നീയും എന്റെ മക്കളാണെന്നത് എല്ലാം ഞാൻ തിരിച്ചറിയുന്നത് ആ സമയത്ത് തന്നെയാ. രാജശേഖരൻ ഗംഗയെ കൊല്ലാൻ ശ്രമം നടത്തിയത്. ഞാൻ ഉടനെ പോയി ഒരിറ്റ് ജീവന് വേണ്ടി തുടിച്ചുകൊണ്ടിരുന്ന ഗംഗയെ കാലചക്രത്തിന്റെ ശക്തിയാൽ രക്ഷപ്പെടുത്തി.
നീ എന്ന അവിവേകത്താൽ ഗംഗയുടെ മേൽ വിഷം ദംശിച്ചപ്പോൾ ഇനിയും അത് മറച്ചു വയ്ക്കുന്നതിൽ അർത്ഥമില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാ നിന്നോട് ആ സത്യം പറഞ്ഞത്. എന്താ നിനക്ക് സംശയമുണ്ടോ? ഗംഗ നിന്റെ ഒരു ഭക്ത മാത്രമല്ല, നിന്റെ അമ്മ പാർവതിയുടെ രണ്ടാമത്തെ മകളാണവൾ. മനസ്സിലായോ? ഒരേ രക്തത്തിൽ പിറന്ന നിന്റെ അനുജത്തിയ ഗംഗ. നീയും ഗംഗയും ഒരേ വയറ്റിൽ പിറന്ന മക്കളാണെന്ന് ഞാൻ പറഞ്ഞപ്പോ അതെങ്ങനെ സംഭവിച്ചുവെന്ന് നീ ചോദിച്ചില്ലേ? ഗംഗ മരണത്തോട് മല്ലടിച്ചിരുന്നത് കൊണ്ടും നിന്റെ ഈ അച്ഛൻ ഇങ്ങനെ അർദ്ധനാരിയായി ജീവിക്കുന്നത് നിന്നിൽ സങ്കടമുണ്ടാക്കുമെന്ന് ഓർത്ത ഞാനൊന്നും പറയാതിരുന്നത്. എന്നിട്ടിപ്പോ എന്റെ നാവ് കൊണ്ട് തന്നെ എല്ലാ സത്യവും നീ പറയിച്ചില്ലേ? അച്ഛാ, എന്നോട് ക്ഷമിക്ക അച്ഛാ, എന്നോട് ക്ഷമിക്ക. ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയ അച്ഛാ, എനിക്ക് മാപ്പ് തരണം. മായശക്തി ആരെന്ന് കണ്ടെത്താനുള്ള അടങ്ങാത്ത ആഗ്രഹമാ നിന്നെ ഇപ്രകാരം ചിന്തിപ്പിച്ചത്. എന്നാൽ നാഗവംശജർ കൊണ്ടുവച്ചൊരു വസ്തു അവർക്ക് മാത്രമേ തിരികെ എടുക്കാനാകൂ എന്ന് നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എനിക്കെന്തോ ഒരു സംശയം തോന്നുന്നു. എന്താണെങ്കിലും പറയൂ അച്ഛാ. മറഞ്ഞു നടക്കുന്ന ആ മായശക്തി ഇനി നാഗനന്ദിയനായിക്കൊടുന്നില്ല. പാർവതിക്ക് എന്നിൽ ജനിച്ച ആ കുഞ്ഞിനെ നാഗവംശത്തിന്റെ അപമാനമായി കണ്ട് കൊല്ലാൻ തുനിഞ്ഞവനാണ് നാഗനന്ദിയൻ. അവൻ തന്നെയാണ് നിന്നെ കൊല്ലാനായി മായശക്തിയായി വന്നിരിക്കുന്നത്. അച്ഛനീ പറയുന്നതൊക്കെ ശരി തന്നെയാ. മായശക്തി ആരാണെന്ന് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ അമ്മയോട് ചോദിച്ചപ്പോ ഭഗവതി 3 തല നാഗത്തെ എനിക്ക് കാണിച്ചു തന്നത്. ആ നാഗനന്ദിയന് 3 തലയാണെന്ന് ഗായത്രി പറഞ്ഞത്. എന്നാ മായപ്പിറവി തന്ത്രം അഭ്യസിച്ച് മായശക്തിയായി വാഴുന്ന ആളുടെ പേര് പുരുഷോത്തമൻ എന്നാണെന്ന് ചെമ്പകസിദ്ധൻ പറഞ്ഞതുകൊണ്ടാ നാഗനന്ദിയൻ മായശക്തിയായി വാഴുന്ന പുരുഷോത്തമന്റെ കൂട്ടാളിയാണെന്ന് ഞാൻ കരുതിയത്. അപ്പോ മറിഞ്ഞു നടക്കുന്ന മായശക്തി നാഗനന്ദിയനാണെന്ന് പറയുമ്പോ ചെമ്പകസിദ്ധൻ എന്തിനാ പുരുഷോത്തമന്റെ പേര് പറഞ്ഞതെന്നാ ഞാൻ ആലോചിക്കുന്നത്. നാഗനന്ദിയൻ പുരുഷോത്തമൻ എന്ന പേര് ദുരുപയോഗം ചെയ്തതായാ തോന്നുന്നത്. കാലം തന്നെ ഇതിനുള്ള ഉത്തരം നിനക്ക് നൽകും. നാഗനന്ദിയൻ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചെന്നുള്ളത് ശരി. പക്ഷെ കാട്ടമ്മയുടെ കാലചക്രം അപഹരിച്ചത് എന്തിനാ? 3 കാലചക്രങ്ങളും അപഹരിച്ചാൽ നാഗനന്ദിയന് ശക്തി അധികമായി മാറുന്നതാണ്. നിനക്കുള്ള ശക്തി നാഗമെന്ന പദവിയും പോകും. അതിനുവേണ്ടി തന്നെയാ അവൻ കാലചക്രം എടുത്തിരിക്കുന്നത്. ഞാൻ എന്താ ഇക്കാര്യം ആലോചിക്കാതെ പോയേ? പക്ഷേ ഗംഗയെ എന്തിനു എന്നെ ശത്രുവാക്കി മാറ്റുന്നു? ഒരമ്മയുടെ വയറ്റിൽ പിറന്ന നീയും ഗംഗയും ഒന്നിച്ചു നിന്നാൽ നിന്റെ ശക്തി വർദ്ധിക്കുന്നതാണ്. അത് മാത്രമല്ല, ശക്തിനാഗമെന്ന പദവിയിൽ വാഴുന്ന നിന്നെ ബന്ധിക്കാനുള്ള ശക്തി ഒരേ രക്തത്തിൽ പിറന്ന ഗംഗയ്ക്ക് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെയാ ഗംഗയെ നിന്റെ ശത്രുവാക്കാൻ നോക്കുന്നത്. നമ്മൾ ഒന്നു ചേർന്നതുകൊണ്ട് ശത്രുവാരാണെന്ന് മനസ്സിലാക്കി. ഇനി അവനെ ഇല്ലാതാക്കാനുള്ള വഴി അത് ഞാൻ കണ്ടെത്തി അറിയിക്കാം. കൂടുതൽ ചിന്തിക്കാനില്ല. അച്ഛൻ പറഞ്ഞതല്ല എനിക്ക് വിശ്വാസമായി. അച്ഛൻ ഇങ്ങനെ ഒരു അർദ്ധനാരി രൂപത്തിലേക്ക് മാറ്റിയതിനും കാട്ടമ്മയുടെ സ്വത്തായ കാലചക്രങ്ങൾ കൈക്കലാക്കിയതിനും
അവൻ ദണ്ഡന അനുഭവിക്കണോ അച്ഛാ? ഇനി അവൻ എന്നിൽ നിന്ന് രക്ഷയില്ല. പാർവതിക്കും രാഘവേന്ദ്ര ഭൂപതിക്കും ജനിച്ച മോള് തളർന്നിട്ടില്ലെന്ന് തിരിച്ചറിയാൻ പോവും അവൻ. നിന്റെ ആഗ്രഹമെല്ലാം നിറവേറും. ഇന്നുവരെ കാട്ടമ്മയാണ് നിന്നെ തുണച്ചിരുന്നതെങ്കിൽ ഇനി കറുപ്പനുമുണ്ട് നിനക്ക് തുണയായി. ഇനി ആരൊക്കെ തന്നെ എതിർത്താലും ശരി, എന്റെ മകൾ നന്ദിനി വിജയിക്കും. വരുന്ന പൗർണമി നാളിൽ നീ കാട്ടമ്മയുടെ ലക്ഷ്യം നിറവേറ്റുമെന്ന് മാത്രമല്ല നന്ദിനി, നിന്റെ അമ്മ ജീവിച്ച കാർഗോടക വംശത്തിന്റെ തന്നെ റാണിയായി മാറുന്നതാണ്. പോയി വരും മകളെ. ഇടാ നാഗനന്ദിയ, കൃഷ്ണന്റെ കൈകളാൽ മാതുലൻ കംസൻ വധിക്കപ്പെട്ടതുപോലെ നന്ദിനിയുടെ കൈകൊണ്ട നീ മരിക്കാൻ പോകുന്നത്. രാജശേഖര, 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 ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങി വാടോ. അകത്ത് തന്നെ ഇരിക്കാതെ രാജശേഖര, പുറത്തേക്ക് ഇറങ്ങി വാടോ രാജശേഖര. വരൂ, അകത്തേക്ക് വരൂ ആന്റി. നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല ഞങ്ങള്. എന്റെ മകൾ എവിടെ പിടിച്ചു നിർത്തി കൊലയ്ക്ക് കൊടുത്തില്ലേ? നിങ്ങളോടുള്ള സ്നേഹം കാരണം അവൾ ഞങ്ങളെപ്പോലെ ഉപേക്ഷിച്ച് വന്നത്. നിങ്ങൾ മൂലം എന്റെ സന്ധിക്കും ഇപ്പൊ ഇങ്ങനെ ഒരു ഗതി വന്നത്. നശിച്ചു പോവുള്ളൂ ഈ കുടുംബം. മനസാക്ഷിയില്ലാത്ത വർഗങ്ങളും എല്ലാരും കൂടി കൊന്നില്ലേ എന്റെ മോളെ? നടന്ന കാര്യങ്ങളിൽ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. സന്ധ്യയെ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് അയക്കാൻ വേണ്ടി ഞങ്ങൾ സംസാരിച്ച് തീരുമാനമെടുത്തതാണ്. അവളെ ഞങ്ങളെ അനുസരിക്കാതെ നന്ദിനി രക്ഷിക്കാനുള്ള ശ്രമത്തിൽ മരിച്ചതാ. ചുമ്മാ നന്ദിനിയുടെ പേരും പറഞ്ഞ് ഇങ്ങനെ കൈയൊഴിയെ നോക്കല്ലേ നിങ്ങള്. നന്ദിനി നിങ്ങളും തമ്മിലുള്ളത് നിങ്ങളുടെ കുടുംബ പ്രശ്നം. ഒന്നറിയാത്ത എന്റെ മോളെ എന്ന രീതിയിലേക്ക് വലിച്ചഴക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു പ്രശ്നത്തിന് എന്റെ മോളെ ബലി കൊടുക്കേണ്ട കാര്യം എന്തായിരുന്നു? നിങ്ങൾ നന്ദിനിക്കെതിരെ എന്ത് വേണേലും ചെയ്യേ, അതിലേക്ക് നിങ്ങൾ എന്റെ മോള് സന്ധ്യ എന്തിനാ വലിച്ചഴച്ചത്? സന്ധ്യയുടെ മരണത്തിന് നിങ്ങൾ തന്നെ കാരണം. നിങ്ങൾ നന്ദിനിക്കെതിരെ എന്ത് വേണേലും ചെയ്യേ, അതിലേക്ക് നിങ്ങൾ എന്റെ മോള് സന്ധ്യ എന്തിനാ വലിച്ചഴച്ചത്? സന്ധ്യയുടെ മരണത്തിന് നിങ്ങൾ തന്നെ കാരണം. ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിന്നാലൊന്നും അതിന് പരിഹാരം ഉണ്ടാവില്ല. ആ രാജശേഖരനെ വിളിക്കേ. സന്ധ്യ നിങ്ങളുടെ വളർത്തു മകളാണെങ്കിൽ പോലും അവള് നഷ്ടപ്പെട്ടപ്പോ നിങ്ങൾക്കുള്ള വേദന എന്താണെന്ന് ഈ വീട്ടിൽ മറ്റാരേക്കാളും കൂടുതലായി എനിക്ക് മനസ്സിലാവും. ജീവന് തുല്യം സ്നേഹിക്കുന്നവർ വിട്ടുപോകുമ്പോൾ ഉണ്ടാവുന്ന വേദന മറ്റേത് ദുഃഖത്തെക്കാളും വലുതാ. കാരണം ആ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവളാ ഇപ്പൊ ഈ ഞാനും. എനിക്കറിയാം അവളെ തിരിച്ചു കൊണ്ടുവരാനാവില്ലെന്ന്. പക്ഷേ ഒരു കാര്യം നിങ്ങളും കൂടി അറിഞ്ഞേ പറ്റൂ. സന്ധ്യയ്ക്ക് ഈ കുടുംബത്തോടുള്ള അടുപ്പമോ സ്നേഹം കൊണ്ടോ അല്ല ഈ വീട്ടിൽ ഇത്രയും കാലം താമസിച്ചത്. നന്ദിനിക്ക് സഹായം ചെയ്ത് ഞങ്ങളോട് പ്രതികാരം ചെയ്യാനാ സന്ധ്യ ഇവിടെ നിന്നത്. അരുണേട്ടന്റെ അച്ഛനെ അവള് പലതവണ കൊല്ലാൻ ശ്രമിച്ചത് കൂടിയാ. അത്രയൊക്കെ സംഭവിച്ചിട്ടും ഞങ്ങൾ അതൊക്കെ സഹിച്ചു നിന്നുകൊണ്ട് അവൾക്ക് മാപ്പ് കൊടുത്തു എന്നല്ലാതെ ഞങ്ങൾ ഒരു തരത്തിലും അവളെ ഉപദ്രവിച്ചിട്ടില്ല. അവള് ഞങ്ങളോട് ഇങ്ങനെയൊക്കെ പെരുമാറിയെങ്കിലും മുരളിക്ക് സന്ധ്യ ഇഷ്ടമാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ അവൾ എന്തെങ്കിലും മാറുമെന്ന് തന്നെയാ ഞങ്ങൾ വിശ്വസിച്ചിരുന്നത്. പക്ഷെ അവസാനം വരെ അവള് മാറിയതേ ഇല്ല. എന്ന് കരുതി അവളെ കൊന്നുകളയാവുന്ന? ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. നന്ദിനിക്ക് ഓരോരോ സഹായങ്ങൾ ചെയ്ത് അവള് സ്വയം വരുത്തി വെച്ചതാ. സന്ധ്യക്ക് നന്ദിനിയോടായിരുന്നു കൂറ്. അതറിഞ്ഞിട്ട് ഞങ്ങൾ അവളെ ഇവിടെ താമസിപ്പിച്ചത് അവളോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാ. അവൾക്ക് ഇങ്ങനൊരു അവസ്ഥയുണ്ട്, അതിൽ ഞങ്ങൾക്കും വിഷമമുണ്ട്. സത്യം അറിയാതെ തെറ്റിദ്ധരിക്കരുത്.
ദയവേത് ഞങ്ങളെ കുറ്റക്കാരായി കാണരുത്. നിങ്ങൾ ഇനി എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും എന്റെ മനസ്സ് മാറില്ല. എന്റെ മോളെ കൊന്നതിന്റെ പാപം ഇന്നും പിന്തുടരും നിങ്ങള്. നിങ്ങളായിട്ട് നന്ദിനിയിൽ നിന്ന് സമ്പാദിച്ച പക ഒടുങ്ങി ഇല്ലാതായി തീർന്നാലും ഈ അമ്മയുടെ ശാപം ഇനി ഒരു കാലത്തും നിങ്ങളെ വിട്ടു പോകുമെന്ന് കരുതണ്ട ഗംഗേ. എന്റെ മകളെ നഷ്ടപ്പെട്ട് ഞാൻ വേദനിക്കുന്നത് പോലെ നിങ്ങളും അനുഭവിക്കേണ്ടി വരുമെന്ന് ഞാൻ ശപിക്കുക. ഒരച്ഛന്റെ മനസ്സിന്റെ തേങ്ങളായി പറയുന്നേ. ഉടനെ തന്നെ ഒരു ദുരന്തം ഇവിടെ ഉണ്ടാകണം. ഒരു മരണം തന്നെയായിരിക്കും അത്. എന്റെ മകളുടെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ ഈ കുടുംബത്തിലൊരു മരണം നടക്കണം. ഞാനെത്തി. ഇതെവിടെയാ? ഞാനെത്തി. ഇതെവിടെ പോയിരിക്കാ? കേൾക്കുന്നില്ലേ? ഗായത്രിയുടെ മരണത്തിന് കാരണക്കാരനായ രാജശേഖരനെ കൊല്ലുന്നതിന് വേണ്ടിയാണ് ഈ തോക്ക് ഞാൻ സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിപ്പോ എവിടുന്നാ കിട്ടിയത്? ഗായത്രി മരിച്ച ദിവസം പോലീസുകാരനെ കൊണ്ടുപോയില്ല മോളെ. അന്ന് അവരുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചതാണിത്. ഗായത്രിയുടെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ ആ രാജശേഖരനെ കൊന്നു തള്ളണം എനിക്ക്. എന്നാലേ ഞാൻ അടങ്ങൂ. അപ്പൊ തെറ്റിയില്ല. അദ്ദേഹം അങ്ങോട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. അബദ്ധം എന്തെങ്കിലും കാണിച്ച് പ്രശ്നത്തിലാകുന്നതിന് മുൻപ് എത്രയും പെട്ടെന്ന് പോയി രക്ഷിക്കണം. ഗായത്രിയുടെ മരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ രാജശേഖരന് മാത്രമാണ്. എന്റെ മകളെ കൊന്നവൻ ഇനി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ അർഹനല്ല. പലതവണ അവനെ കൊല്ലാൻ ശ്രമിച്ചിട്ടും അവനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് അവന്റെ മരണം എനിക്ക് ഉറപ്പാക്കണം. ഈ തോക്കുപയോഗിച്ച് രാജശേഖരനെ ഒന്ന് തള്ളും ഞാൻ.
രാജശേഖരന്റെ കാറ് കാണുന്നില്ലല്ലോ. അവൻ പുറത്തേക്ക് എവിടെയോ പോയിരിക്കുകയാണെന്നാ തോന്നുന്നേ. അവൻ എവിടെ പോയതാണെങ്കിലും തിരിച്ചു വരുന്നത് വരെ കാത്തിരുന്ന് അവനെ ചുട്ടു ചാമ്പറാക്കും ഞാൻ.